നമസ്കാരം. മോദിയുടെ പടനായകൻ വരികൃത്. അനൗൺസ്മെന്റ് വാഹനത്തിലെ അറിയിപ്പ് കേൾക്കേണ്ട താമസം അണപൊട്ടിയൊഴുകുന്ന ജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ പാഞ്ഞെത്തുന്നു. തൊട്ടുപിറകെ ബാൻഡുമാളവുമായി ലോറിയിൽ യുവാക്കളുടെ തിരക്ക്. ഉങ്ങളുടെ വാക്ക് ശേഖരിക്കാൻ വെട്രിവേൾ പോറർ തിരുവണ്ണാമലൈ വരിഹറാർ 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 പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ കെ അണ്ണാമലയുടെ എൻട്രി. ജനക്കൂട്ടത്തിന് നടുവിലായി വാഹനം നിൽക്കുന്നു. ഉടനെ കാത്തുനിന്ന കുട്ടികളുടെ വക ചിലമ്പാട്ടം. വാനിൽ തയ്യാറാക്കിയ വേദിയിൽ നിന്ന് സംസാരിക്കാനായി മൈക്കെടുത്തതും കുട്ടികളും യുവാക്കളും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, അണ്ണാമലൈ അണ്ണനുക്ക് ജയ്. യുവാക്കൾക്ക് അണ്ണനാണ് ഈ അണ്ണാമലൈ, കുട്ടികളുടെ മാമനാണ് ഈ അണ്ണാമലൈ. പ്രചാരണ വാഹനം ഓരോ മുക്കിലും നിർത്തുമ്പോൾ പൂക്കളുമായി അടുത്തെത്തപ്പെടുന്ന കുട്ടികളോട് അണ്ണാമലൈ പറയും, നല്ല പഠിക്കണം. പ്രസംഗശേഷം താഴേക്കിറങ്ങുമ്പോൾ അപ്പോഴേക്കും ജനം പൊതിയുകയാണ് അണ്ണാമലയെ. ചിലർ സെൽഫി എടുക്കുകയാണ്, ചിലർക്ക് വേണ്ടത് ഷേക്ക് ഹാൻഡുകളാണ്. പരമാവധി അതെല്ലാം സാധിച്ചു കൊടുത്ത് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് കെ അണ്ണാമലൈ, തമിഴ്നാടിൻ്റെ BJP പ്രസിഡന്റ്. അനുപട്ടിക്കഴിഞ്ഞ് പുളിയമ്പട്ടിയിലെ എത്തിയപ്പോഴേക്കും ജനസാഗരം. പ്രസംഗം അവസാനിപ്പിക്കാറായപ്പോഴേക്കും അച്ഛൻ്റെ തോളിലിരുന്ന് വാനിൻ്റെ അടുത്തേക്ക് വരാൻ കുതിച്ച പെൺകുട്ടി ഉറക്ക വിളിച്ചു പറഞ്ഞു, അണ്ണാമലൈ മാമ ലവ് യു. അണ്ണാമലൈ തിരിഞ്ഞു നോക്കി. കിട്ടിയ ഷാളുകളിലൊന്ന് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട്, കുട്ടികളുടെ ഹീറോയാണ് കർണാടകത്തിലെ IPS-കാരനായിരിക്കെ സിംഗം എന്ന വിളിപ്പേരുള്ള അണ്ണാമലൈ IPS. കാമനായകം പാളയത്ത് ബാലികയുടെ ഗാനം. തമിഴ്നാട്ടിൻ തങ്കത്തലൈമകനെ, വെട്ടി തിരുമകനെ, നാം അണ്ണാമലൈ മാമൻ ജയിക്ക വേണ്ടും. തമിഴ്നാട്ടിൽ താമര മലര വേണ്ടും. നേരെ അവൾക്കടുത്തേക്ക്. പേരെന്നാ? വീരലക്ഷ്മി. നല്ല പഠിക്കണം. തലയിൽ കൈവച്ചുകൊണ്ട് അണ്ണാമലൈ പറയുന്നു. കോയമ്പത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുപ്പൂർ ജില്ലയിലെ പല്ലേടം മണ്ഡലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ പ്രചരണങ്ങളൊക്കെ അണ്ണാമലൈ നടത്തിയത്. രാവിലെ തുടങ്ങുന്ന പ്രചരണം ബടുകവാളയത്ത് നിന്നായിരുന്നു പ്രചരണത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്. ഞാൻ ഉങ്കൾ വിട്ട് പിള്ളൈ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വാചകങ്ങൾ. അണ്ണാമലയുടെ വോട്ടഭ്യർത്ഥന ഇത്തരത്തിലാണ്. എന്തോ കാരണത്താൽ കുട്ടികളും യുവജനങ്ങളുമൊക്കെ അമ്മമാരുമൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും നമ്മുടെ ഗ്രാമത്തിന് നല്ലത് വരണമെങ്കിൽ മോദിജി മനസ്സ് വയ്ക്കണമെന്നും DMK ശരിയല്ല എന്നും ഞാൻ എന്തിനു പറയണം, അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറയുകയാണ് അണ്ണാമലൈ. ജലജീവൻ മിഷനിലൂടെ കേന്ദ്രം സൗജന്യമായാണ് പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നത്. എന്നാൽ അതിനും ഇവിടെ പണം വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ BJP MP വേണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 10,000 കോടി രൂപയുടെ പദ്ധതികൾ വേണം. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയപ്പെടുമ്പോൾ ജയിച്ചാൽ ആ പദ്ധതി ഞാനിവിടെ കൊണ്ടുവരുമെന്ന് അണ്ണാമലൈ ഉറപ്പ് കൊടുക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, 2025 ഡിസംബറിന് മുമ്പ് എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ള എൻ്റെ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അണ്ണാമലൈ പറഞ്ഞു വെക്കുമ്പോൾ മോദിയുടെ പണനായകൻ തന്നെയാണ് ഈ പറയുന്നത് കെ അണ്ണാമലൈ IPS. ഇങ്ങനെ തമിഴ്നാടിൻ്റെ തരംഗമാകുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഉദിച്ചുയർന്ന ഒരു പുതിയ താരകമാണ് അണ്ണാമലൈ. ആ അണ്ണാമലയുടെ വാക്കുകൾ കോയമ്പത്തൂർ ജനങ്ങൾ മുഴുവൻ വളരെ വിശ്വാസത്തിലെടുക്കുന്നു. അവർക്കൊരു ഉറപ്പായി മാറുന്നു അണ്ണാമലയുടെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണോ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അതിനുള്ള എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങൾ, മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അണ്ണാമലയുടെ യാത്ര. നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുക്കൽ തന്നെയാണ് അണ്ണാമലൈ എന്ന് പറയപ്പെടുന്ന നേതാവ്. ആ നേതാവ് പഴയ IPS-കാരനാണെങ്കിൽ കൂടിയും ഇന്ന് ആ IPS-കാരൻ്റെ എല്ലാ ആടയാഭരണങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായ ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവായി, ജനനേതാവായി മാറുവാൻ കെൽപ്പുള്ളൊരു മനുഷ്യനായി തീർന്നിരിക്കുന്നു കെ അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ എന്ന് പറയപ്പെടുന്ന തമിഴ്നാടെന്ന് പറയപ്പെടുന്ന ആ DMK, അണ്ണാ DMK പോലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകമടക്കമുള്ള പാർട്ടിക്കാരുടെ ഇടമായി തീർന്ന ഇടത്തേക്ക് താമര വിരിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മോദി കണ്ടെത്തിയ ഒരു താരകമാണ് ഈ കെ അണ്ണാമലൈ. അതുകൊണ്ട് അണ്ണാമലൈ തമിഴ്നാടിൻ്റെ വീരപുത്രനായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ സൂചനകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.